ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ വെൽവെറ്റ് ചിക്കൻ. എൻ്റെ ഫ്രണ്ടാണ് ഈ റെസിപ്പി പറഞ്ഞു തന്നത്. വെൽവെറ്റ് ചിക്കൻ ഉണ്ടാക്കാനായി 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ, ചെറിയ പീസായി എടുത്ത ചിക്കൻ, അതിലേക്ക് എരിവെള്ള മുളക് പൊടി 1 ടീസ്പൂൺ, നിറത്തിനായി കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങ പിഴിഞ്ഞത്. നാരങ്ങയോ തൈരോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ നാരങ്ങയാണ് ചേർക്കുന്നത്. നാരങ്ങ പിഴിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ മസാല പിടിക്കാനായി വയ്ക്കാം. അരമണിക്കൂർ മസാല പിടിക്കുന്നതിനായി വയ്ക്കാം. ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. ഇതിലേക്ക് മറ്റാവശ്യമുള്ള സാധനങ്ങൾ: 3 സവാള ചെറുതായി അരിഞ്ഞത്, 1 മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 3 ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ലാസ്റ്റ് ചേർക്കാനായി കുറച്ച് പുതിനയില, 1 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 6 ചെറിയ വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, വെളിച്ചെണ്ണ, ലാസ്റ്റ് ചേർക്കാനായി ഗരം മസാലപ്പൊടി. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ചിക്കനിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു, അത് ഇടാൻ മറന്നുപോയി. ഉപ്പും കൂടെ ചേർത്താണ് ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റൗ കത്തിച്ച് ഒരു പോട്ട് അടുപ്പിൽ വയ്ക്കാം. പാത്രം ഒന്ന് ചൂടാവട്ടെ. അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായി പറക്കിയിടാം. എല്ലാം ചെറുതായി ഒന്ന് ഫ്രൈ ആയാൽ മതി. ഷാലോ ഫ്രൈ ചെയ്താൽ മതി. നമുക്കിത് തിരിച്ചിടാം. എല്ലാ സൈഡും തിരിച്ചിടും. എല്ലാ സൈഡും തിരിച്ചിട്ടിട്ടുണ്ട്. വീണ്ടും ഇത് ഒന്ന് ചെറുതായി ഫ്രൈ ആവട്ടെ. രണ്ട് സൈഡും ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടാം. ഒന്ന് സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്,
കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തത് നമുക്ക് അടച്ചു വെച്ച ഒരു 10 മിനിറ്റ് വേവിക്കാം. നമുക്ക് 10 മിനിറ്റിന് ശേഷം കൂടി തുറന്ന് നോക്കാം. ഇതെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് വീണ്ടും വേവിക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കിയ ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യും. ഹൈ ഫ്ലെയിമിൽ തുറന്ന് വെച്ച് വേവും. ഇടയ്ക്ക് നമുക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാവരും ഇത് പറ്റാറായിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യും. കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. ഈ സമയം ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർക്കാം. വീണ്ടും ഒന്ന് ഇളക്കി ചൂടെ പറ്റും. ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മല്ലിയില വിതറാം. ഇതെല്ലാം ഇളക്കി കൊടുക്കാം. വെൽവെറ്റ് ചിക്കൻ റെഡി. ഇനി തണുത്ത ശേഷം നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. വെൽവെറ്റ് ചിക്കൻ റെഡി. എല്ലാം തണുത്ത് നല്ല വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചിക്കൻ റെഡി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറ്, ഫ്രൈഡ് റൈസ്, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം.